ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ക്ലാസ് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ ചാപ്റ്റർ. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ യൂണിറ്റ് വരുന്നത് യൂണിറ്റ് 4 റെസിൽ ഓഫ് വിങ്സ് ആണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ രഞ്ജീസ് മാജിക് ബാറ്റ്. രഞ്ജീസ് മാജിക് ബാറ്റിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ യൂണിറ്റ് 4 തുടക്കം തന്നെ റെസിൽ ഓഫ് വിങ്സിൽ നമുക്ക് ഒരു കോട്ടിങ്സ് തന്നിട്ടുണ്ട്, തോമസ് ആൽവ എഡിസന്റെ. അതൊന്ന് വായിക്കാം. ഇഫ് വി ഡിഡ് ഓൾ ദ തിങ്സ് വി ആർ capable ഓഫ് വി വുഡ് ലിറ്ററലി അസ്റ്റൗണ്ട് അവർ സെൽവ്സ്. ഓക്കെ, ആദ്യം തന്നെ ദ ഡോർവേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ന്യൂസ് റിപ്പോർട്ട് തന്നിട്ടുണ്ട്, അത് നോക്കാം. ഡോമിനേറ്റിംഗ് പെർഫോമൻസ്. India produced a dominating performance against England to triumph in the first ever ICC Under-19 Women's T20 World Cup. ഡൽഹി, ന്യൂ ഡൽഹി, അതിലൊരു ന്യൂസും തന്നിട്ടുണ്ട്. ഇന്ത്യ ഡോമിനേറ്റഡ് ഇംഗ്ലണ്ട് ഇൻ ദ ഫസ്റ്റ് എവർ ICC Under-19 Women's T20 World Cup final. They bowled exceptionally well, reducing England to a low score of 68 runs. India chased down the target easily with 7 wickets in hand and 6 over to spare. ഇതിനെ തുടർന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ആണ്, which one of the following is most important to win a match? Answer: confidence. രഞ്ജീസ് മാജിക് ബാറ്റ്, റസ്കിൻ ബോണ്ട് ആണ് ഇതിൻ്റെ ഓഥർ. നമുക്കിതിലെ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമായിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വൈ വാസ് ദ ഫേറ്റ് ഓഫ് ദ ടീം ഇൻ രഞ്ജീസ് ഹാൻഡ്സ്? രഞ്ജി വാസ് ദ ലാസ്റ്റ് ബാറ്റ്സ്മാൻ in the batting order. The rest were bowlers who were not expected to score many runs. അപ്പോൾ ഇനി ആ ടീമിൻ്റെ ഭാവി രഞ്ജിയുടെ കൈകളിലാണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്തായിരുന്നു? റീസൺ, അതിൻ്റെ ആൻസർ വരുന്നത് രഞ്ജി ആയിരുന്നു അവരുടെ ടീമിലെ ലാസ്റ്റ് ബാറ്റ്സ്മാൻ. ഈ ബാക്കിയെല്ലാം ബൗളേഴ്സാണ്. അപ്പോൾ ഇനി രഞ്ജിക്ക് മാത്രമേ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതൽ റൺസ് ബാക്കിയുള്ളവർക്ക് പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വൈ വാസ് മിസ്റ്റർ കുമാർ സ്പോർട്സ് ഷോപ്പ് സ്പെഷ്യൽ ഫോർ രഞ്ജി? കുമാറിൻ്റെ സ്പോർട്സ് ഷോപ്പ് എന്തുകൊണ്ടാണ് രഞ്ജിക്ക് സ്പെഷ്യൽ ആയത്? ആൻസർ: Mr. Kumar was state player and he had scored a century in a match against Tanzania. He used to encourage young players. കണ്ടല്ലോ, അയാൾ ഒരു സ്റ്റേറ്റ് പ്ലെയർ ആണ്, അതുപോലെ തന്നെ ടാൻസാനിയക്കെതിരെയുള്ള മത്സരത്തിൽ സെഞ്ചുറി സ്കോർ ചെയ്ത ആളാണ്, യങ് പ്ലേയേഴ്സിനെയൊക്കെ വളരെയധികം എൻകറേജ് ചെയ്യുന്ന ആളാണ്. അടുത്ത ചോദ്യം, വാട്ട് ഡിഡ് രഞ്ജി യൂഷ്വലി ലൈക്ക് ടു ഡു ഇൻ കുമാർസ് ഷോപ്പ്? കുമാറിൻ്റെ ഷോപ്പിൽ രഞ്ജി ചെയ്യാൻ ആഗ്രഹിക്കുക അല്ലെങ്കിൽ എപ്പോഴും എന്തായിരുന്നു ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെട്ടത്? രഞ്ജി യൂഷ്വലി ലൈക്ക്ഡ് ടു സ്റ്റെയർ അറ്റ് ദ സ്പോർട്സ് ഗൂഡ്സ് ഇൻ കുമാർസ് ഷോപ്പ്. ദ ഗൂഡ്സ് ഇൻക്ലൂഡഡ് ക്രിക്കറ്റ് ബാറ്റ്സ്, ബോൾസ്, ബാഡ്മിൻ്റൺ റാക്കറ്റ്സ് ആൻഡ് ഹോക്കി സ്റ്റിക്സ്. അടുത്ത ചോദ്യം, വൈ ഡിഡ് മിസ്റ്റർ കുമാർ കോൾ വൺ ഓഫ് ദ ക്രിക്കറ്റ് ബാറ്റ്സ് ദ ലക്കിയസ്റ്റ്? ദ ലക്കിയസ്റ്റ് എന്നൊരു ക്രിക്കറ്റ് ബാറ്റിനെ മിസ്റ്റർ കുമാർ വിളിക്കുന്നുണ്ട്, എന്തുകൊണ്ടെന്നാണ്? മിസ്റ്റർ കുമാർ കോൾഡ് വൺ ഓഫ് ദ ക്രിക്കറ്റ് ബാറ്റ്സ് ദ ലക്കിയസ്റ്റ് ബിക്കോസ് ഇറ്റ് വാസ് ദ ബാറ്റ് വിത്ത് വിച്ച് ഹി മെയ്ഡ് എ സെഞ്ചുറി. ആ ബാറ്റ് വെച്ചിട്ടാണ് അയാൾ സെഞ്ചുറി നേടിയിട്ടുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, ഹൗ ഡിഡ് രഞ്ജി റിയാക്ട് വെൻ മിസ്റ്റർ കുമാർ ഓഫേർഡ് ഹിം ദ ബാറ്റ്? മിസ്റ്റർ കുമാർ ആ ബാറ്റ് രഞ്ജിക്ക് കൊടുക്കാമെന്ന് ഓഫർ ചെയ്തപ്പോൾ എങ്ങനെയാണ് രഞ്ജി റിയാക്ട് ചെയ്തത്? വെൻ മിസ്റ്റർ കുമാർ ഓഫേർഡ് ഹിം ദ ബാറ്റ് രഞ്ജി ഗേസ്ഡ് അറ്റ് ഇറ്റ് വിത്ത് ഓ ആൻഡ് ഡിലൈറ്റ്. വളരെ ഹാപ്പി ആയി അല്ലേ? അടുത്ത ചോദ്യം, ഹൗ ഡിഡ് രഞ്ജി ലോസ് ഹിസ് മാജിക് ബാറ്റ്? എങ്ങനെയാണ് മാജിക് ബാറ്റ് നഷ്ടപ്പെട്ടത്? രഞ്ജി ഹാഡ് ടു ടേക്ക് വൺ ഓഫ് ഹിസ് teammates Beam to the hospital. Beam was injured. In his worry about him, Ranji left his bat in the bus. He remembered it only after he reached home. He didn't remember in which bus he had travelled. Thus the magic bat was lost. അപ്പോൾ രഞ്ജി ആ ഒരു മാജിക് ബാറ്റ് നഷ്ടപ്പെടാൻ റീസൺ എന്താ വെച്ചാൽ ഇവരുടെ ഒരു ടീംമേറ്റ് ആയിട്ടുള്ള ബീമിന് ഒരു അപകടം പറ്റി, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിക്കാണ് ഈ ഒരു ബാറ്റ് നഷ്ടപ്പെടുന്നത് കേട്ടോ. ബസ്സിൽ തന്നെ അത് വെക്കുകയാണ്. പിന്നീട് വീട്ടിലെത്തിയതിന് ശേഷമാണ് രഞ്ജിക്ക് ഇങ്ങനെ ഒരു സാധനം മറന്നു വെച്ചതിന് ഓർമ്മ വരുന്നത് കേട്ടോ. അങ്ങനെയാണ് ആ മാജിക് ബാറ്റ് നഷ്ടപ്പെടുന്നത്. അടുത്ത ചോദ്യം, എ ബാറ്റ് ഹാസ് മാജിക് ഓൺലി വെൻ ദ ബാറ്റ്സ്മാൻ ഹാസ് മാജിക്. വൈ ഡസ് മിസ്റ്റർ കുമാർ സേ സോ? ബാറ്റ്സ്മാന് മാജിക് അറിയാമെങ്കിലും ബാറ്റിന് ഒരു മാജിക് ഉണ്ടാവുള്ളൂ, അങ്ങനെ കുമാർ പറഞ്ഞത് എന്തുകൊണ്ട്? ആൻസർ: മിസ്റ്റർ കുമാർ സേ സോ ബിക്കോസ് ഇറ്റ് ഈസ് ബാറ്റ്സ്മാൻസ് എബിലിറ്റി ദാറ്റ് ഹാസ് ദ മാജിക്കൽ പവർ ടു പെർഫോം. ദ ബാറ്റ് മേ ബി വെരി ഗുഡ് ബട്ട് ഇഫ് ദ ബാറ്റ്സ്മാൻ ഈസ് നോട്ട് ഗുഡ് നോ സ്കോർസ് വിൽ കം.
ഇറ്റ് ഈസ് ദ കോൺഫിഡൻസ് ഓഫ് ദ ബാറ്റ്സ്മാൻ ദാറ്റ് മേക്സ് ദ ബാറ്റ് മാജിക്കൽ. അപ്പോൾ ബാറ്റ്സ്മാൻ്റെ എബിലിറ്റി ആണല്ലേ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളത്. ബാറ്റ് നന്നായത് കൊണ്ട് ഒരിക്കലും സ്കോർ വരില്ല. ഒരു ബാറ്റ് ചെയ്യുന്ന ആളുടെ കോൺഫിഡൻസ് ആണ് മാജിക്കൽ. അപ്പോഴേ ബാറ്റ് മാജിക്കൽ ആവുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് രഞ്ജി അണ്ടർസ്റ്റുഡ് ദ മീനിങ് ഓഫ് കോൺഫിഡൻസ് ബൈ ദ എൻഡ് ഓഫ് ദ കോൺവെർസേഷൻ? ഈ ഒരു കോൺവെർസേഷനൊടുവിൽ കോൺഫിഡൻസിൻ്റെ യഥാർത്ഥ അർത്ഥം രഞ്ജിക്ക് മനസ്സിലായോ? Certainly, മനസ്സിലായി അല്ലേ? That is why even with the bat borrowed from Beam, Ranji was able to score 75 runs against the Delhi Schools team. അടുത്ത ചോദ്യം, what helped Ranji make a good score? രഞ്ജിക്ക് ഗുഡ് സ്കോർ നേടാൻ ഹെൽപ്പ് ചെയ്തത്. ഹിസ് കോൺഫിഡൻസ് ഹെൽപ്ഡ് രഞ്ജി മേക്ക് എ ഗുഡ് സ്കോർ. അവൻ്റെ കോൺഫിഡൻസ്. അടുത്തത് കഴിഞ്ഞു. ചോദ്യം ഇവിടെ കഴിയുകയാണ്. അപ്പോൾ നമ്മുടെ ഓദറിനെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ ആണ്. അദ്ദേഹത്തെക്കുറിച്ചൊന്ന് വായിച്ചു നോക്കുക. അടുത്തത് ആക്ടിവിറ്റീസ് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി ആണ് റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മിസ്റ്റർ കുമാർ ആൻഡ് രഞ്ജി. മിസ്റ്റർ കുമാറിൻ്റെയും രഞ്ജിയുടെയും കോൺവെർസേഷൻ വായിച്ചു നോക്കുക. അതിനെ തുടർന്ന് നമുക്ക് ചെയ്യാനുള്ളതാണ്, യു മൈറ്റ് ഹാവ് സം ക്വാളിറ്റീസ് ഇൻ യു സച്ച് ആസ് എ സെൻസ് ഓഫ് ഹ്യൂമർ, ക്രിയേറ്റിവിറ്റി, എംപതി എക്സെട്ര. തിങ്ക് അബൌട്ട് എ ഫ്യൂ മോർ ക്വാളിറ്റീസ് ദാറ്റ് മേക്ക് യു യൂണിക്, റൈറ്റ് ദം ഡൗൺ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ക്വാളിറ്റീസ് ഉണ്ടാവും അല്ലേ, ഒരു ഗുണങ്ങളുണ്ടാവും. ചിലർ നല്ല തമാശ പറയണവരായിരിക്കും, ചിലർ നല്ല ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കും, അങ്ങനെയൊക്കെ. അതുപോലെ യുണീക്കായ നിങ്ങളുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് എഴുതാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ആൻസേഴ്സ്. കറേജ്, പെർസെവറൻസ്, ഒപ്റ്റിമിസം രണ്ടാമത്തെയാണ് കേട്ടോ. ഇവിടെ ഒരു കോമ ഇടുക, ഇത് അടുത്തതാണ്, ഒരുമിച്ച് എഴുതിയെന്നേ ഉള്ളൂ, ഇത് അടുത്തതാട്ടോ. പെർസെവറൻസ്, ഒപ്റ്റിമിസം, റെസ്പെക്ട് ഫോർ അതേഴ്സ്, ഹാർഡ് വർക്ക്, കമ്പാഷൻ, ഡിറ്റർമിനേഷൻ. അടുത്ത ആക്ടിവിറ്റി, ദ മാച്ച് എൻഡഡ് ഇൻ എ ഡ്രോ ബട്ട് രഞ്ജീസ് 75 വാസ് ദ ടോക്ക് ഓഫ് ദ സ്കൂൾ. ഓക്കെ, അപ്പോൾ ആ മാച്ച് എൻഡ് ചെയ്തു, രഞ്ജിയുടെ 75 അതായിരുന്നു സ്കൂളിലെ പിന്നീടുള്ള ടോക്ക് അല്ലേ. അതാണ് ഈ പറയുന്നത്. നോക്കാം ക്വസ്റ്റ്യൻ എന്താണെന്ന്. ക്യാൻ യു മേക്ക് സം ക്രിസ്പ് കമൻസ് ഓൺ രഞ്ജീസ് വണ്ടർഫുൾ പെർഫോമൻസ്. അപ്പോൾ രഞ്ജിയുടെ വണ്ടർഫുൾ പെർഫോമൻസിനെ നിങ്ങൾ കുറച്ച് കമൻസ് കൊടുക്കാനാണ് പറയുന്നത്. കമൻസ് ക്രിയേറ്റ് ചെയ്യുക. Amazing Ranji, the very first ball you hit for a 6. How amazing. Your confidence is contagious. It made other batsmen also play well. We are proud of you, Ranji. You are the star of our school. Keep going ahead. I am sure one day you will play for India. I feel lucky to have a friend like you. അടുത്ത ചോദ്യം, ഇമാജിൻ യുവർ ഫ്രണ്ട് ഹാസ് ബീൻ സെലക്ടഡ് ആസ് ദ ബെസ്റ്റ് ആക്ട്രസ് ഇൻ ദ ഇന്റർ സ്കൂൾ ഡ്രാമ കോൺടെസ്റ്റ്. കൺഗ്രാജുലേറ്റ് ഹർ യൂസിങ് ക്രിസ്പ് കമൻറ്റ്. അപ്പം നിങ്ങളുടെ സ്കൂളിലെ ഒരു ഗേള് എന്ത് ചെയ്തു, ഇന്റർ സ്കൂൾ ഡ്രാമ കോൺടെസ്റ്റിൽ ബെസ്റ്റ് ആക്ട്രസ് ആയി. അവളെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് കമൻസ് വേണം നമുക്ക് നോക്കാം. കൺഗ്രാസ് നിയ, what a performance. Your performance in the inter-school drama contest was so amazing. For a moment I thought you were a film actress. How did you learn to act so well? Your performance was too wonderful to see. It was really nice. I am sure you will end in Bollywood before long. We are proud of you. Keep going, dear. അടുത്തത്, റീഡ് ദി സെൻറ്റൻസസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. 2 സെൻറ്റൻസസ് തന്നിട്ടുണ്ട്. വാട്ട് ഡു യു ഒബ്സർവ് അബൌട്ട് രഞ്ജീസ് ക്യാരക്ടർ ഫ്രം ദീസ് സെൻറ്റൻസസ്. കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ആ സെൻറ്റൻസിൽ നിന്ന് നമുക്ക് രഞ്ജിയുടെ ക്യാരക്ടറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് രഞ്ജിയുടെ ക്യാരക്ടർ സ്കെച്ച് ഇവിടെ എഴുതേണ്ടി വരും. അതാണ് ക്വസ്റ്റ്യൻ. അതിൽ ക്വസ്റ്റ്യൻ വരുന്നത് രഞ്ജിയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ തന്നെയാണ്. നമുക്ക് ആ ക്യാരക്ടർ സ്കെച്ച് നോക്കാം. രഞ്ജി ലവ്സ് പ്ലേയിങ് ക്രിക്കറ്റ് അവർ തന്നിട്ടുണ്ട്. അതങ്ങ് കംപ്ലീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. നോക്കാം. Ranji loves playing cricket. He is a humble and modest boy who respects his parents, teachers and elders. He is not at all proud. He is hardworking and ambitious. His ambition is to become a cricket player of the Indian team. Virat Kohli is his hero. He is confident and ready to face any challenge in life. He knows that life is not a bed of roses and one does not always succeed in one's efforts, but he is optimistic. He has a lot of friends as he is compassionate and empathetic. People love him. In fact, he is a hero of the entire school. അടുത്തത് നമുക്ക് ക്യാരക്ടർ സ്കെച്ച് തന്നെയാണ്. മിസ്റ്റർ കുമാർ. Mr. Kumar owns a shop that sells sports goods which include cricket bats, balls, badminton rackets and hockey sticks. He was a state player when he was young and he had scored a century in the cricket match against Tanzania. Now he is too old to play first class cricket, but he encourages young players to aspire greater heights.
He is very kind and generous. He is friendly and helpful. He tells Renji that it is not the bat that has magic but the batsman. He tells Renji that what a sportsman needs primarily is confidence. Kumar does not get angry at Renji even when Renji tells him that he lost the bat Kumar had lent him. Mr. Kumar impresses as a very good person. അടുത്ത ചോദ്യം വരുന്നത് കംപ്ലീറ്റ് ദ സ്പീച്ച് ആൻഡ് ഡെലിവർ ഇറ്റ് ഇൻ ദ ക്ലാസ് ആണ് നാലാമത്തെ ആക്ടിവിറ്റി. നമുക്ക് സ്പീച്ച് കംപ്ലീറ്റ് ചെയ്യാം. Good morning, respected teachers and dear friends. It is with immense pride and joy that we are gathered here to felicitate Ranji on his achievements in cricket. Dear Ranji, on behalf of our school, I would like to congratulate you on this occasion. Your achievements has inspired us all. Your score of 75 against the Delhi school was really great, and let's not forget the lesson you have taught us today. It is not just about the bat, it is about the magic with the batsman that makes the man a winner. Confidence is the most important thing in winning. You showed great confidence when you were batting against Delhi school. I am sure that if you go on like this, you will surely become another Virat Kohli. Renji, we are proud of you. Congratulations once again, Renji. Have a nice day. Thank you all. അപ്പോൾ ഇതിൽ എന്താണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഡാഷില്ലേ ഈ ഡാഷ് എല്ലാം നിങ്ങൾ അത് നോക്കിയിട്ട് ഫില്ല് ചെയ്താൽ മാത്രം മതി. ഈ തന്നിരിക്കുന്നത് ഞാൻ ഫുള്ളായി തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിൽ അവിടെ ഏതൊക്കെയാണോ ഡാഷ് വരുന്നത് അത് ഫില്ല് ചെയ്യുക കേട്ടോ. അടുത്ത അഞ്ചാമത്തെ ആക്ടിവിറ്റി വരുന്നത് ഹിയർ ഈസ് എൻ എക്സെപ്റ്റ് ഫ്രം ദ റണ്ണിങ് കമൻട്രി ഓഫ് ദ ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ച് ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ഓസ്ട്രേലിയ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ജെയിൻ ആൻഡ് മായ ആർ ഗിവിംഗ് കമൻട്രി ഓഫ് ദ ക്രിക്കറ്റ് മാച്ച് ബിറ്റ്വീൻ ടൗൺ മോഡൽ സ്കൂൾ ആൻഡ് ഡൽഹി സ്കൂൾ. അപ്പോൾ ടൗൺ മോഡൽ സ്കൂളും ഡൽഹി സ്കൂളും തമ്മിൽ എന്ത് നടക്കുകയാണ്? ക്രിക്കറ്റ് മാച്ച് നടക്കുകയാണ്. അപ്പോൾ അവിടെ രണ്ട് കുട്ടികൾ ജെയിൻ ആൻഡ് മായ അവരാണ് കമൻട്രി പറയാനിരിക്കുന്നത്. അവരുടെ കമൻട്രിയെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം, നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. കമൻറ്റർ 1 അവിടെ കൊടുത്തിട്ടുണ്ട്. കമൻറ്റർ 2 നമുക്ക് നോക്കാം. Absolutely Jane. Town Model School is going to bat first. The openers are Mohan and Rohan. The bowler is Ali from Delhi School. He is reputed to be a very fast bowler. Mohan is taking his guard. Ali is coming fast on his long run up and hurls the ball at Mohan's stumps. അപ്പോൾ അടുത്ത ആൾ കമൻറ്റ് ചെയ്യാണ് മായ. മോഹൻ സീംസ് ടു ബി പ്ലാനിങ് ടു ഹിറ്റ് ദ ബോൾ ബാക്ക് ടു ദ ബൗളർ. ഹി ടേക്സ് 1 step forward. Oh, he is stepping back. It seems he wants to push the ball through the ring of fielders on the offside. The ball swings in the air. Oh God, it comes sharply to strike Mohan on his pads. Then LBW എന്ന് കൊടുത്തിട്ടുണ്ട്. Mohan is out for a duck. Okay. ആക്ടിവിറ്റി 6 വരുന്നത് Imagine you have the opportunity to interview some local sports personalities. What questions would you ask them about the journeys, challenges, etc. for aspiring athletes? Write down at least 5 questions you would ask in the interview. Share it with your friends, the questions you have prepared. ചോദിക്കാൻ സ്പോർട്സ് പേഴ്സണെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരെണ്ണം അവർ തന്നിട്ടുണ്ട്. വാട്ട് മോട്ടിവേറ്റഡ് യു ടു ബിക്കം എ സ്പോർട്സ് പേഴ്സൺ അവർ തന്നു. ബാക്കി ഹൂ ഈസ് യുവർ ഹീറോ. അടുത്ത ചോദ്യം വാട്ട് ചാലഞ്ചസ് ഡിഡ് യു ഫേസ് ഇൻ ദി ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് യുവർ കരിയർ. വാട്ട് ഇസ് യുവർ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ്. വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു ദ ആസ്പയറിംഗ് അത്ലറ്റ്സ്. അടുത്ത ഏഴാമത്തെ ആക്ടിവിറ്റി റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആണ്. ദെൻ ഹിയർ ആർ സം ഇൻസ്ട്രക്ഷൻ മിസ്റ്റർ കുമാർ മൈറ്റ് ഹാവ് ഗിവൺ രഞ്ജി. രഞ്ജിക്ക് കുമാർ കൊടുത്ത ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. നമ്മൾ കാണാറുള്ള ഇൻസ്ട്രക്ഷനാണ് ഇതൊക്കെ. കീപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എഴുതണം. കീപ് ഡോർ ക്ലോസ്ഡ് അവർ തന്നിട്ടുണ്ട്. കീപ് യുവർ ഹാൻഡ്സ് ക്ലീൻ തന്നിട്ടുണ്ട്. കീപ് ഡിസ്റ്റൻസ് ഫ്രം വൈൽഡ് ആനിമൽസ് തന്നു. 3 നമ്മൾ എഴുതണം. കീപ് അവേ ഫ്രം സ്ട്രേ ഡോഗ്സ്. കീപ് ഇറ്റ് സേഫ്. കീപ് സൈലൻസ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ലെറ്റ് us make some sentences using don't. Don't ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുക. ഡോണ്ട് വേസ്റ്റ് ഫുഡ് അവർ തന്നു. ഡോണ്ട് പ്ലഗ് ദ ഫ്ലവേഴ്സ്. ഡോണ്ട് ത്രോ വേസ്റ്റ് ഹിയർ. ഡോണ്ട് യൂസ് മൊബൈൽ വൈൽ ഡ്രൈവിംഗ്. ഡോണ്ട് മേക്ക് നോയ്സ്. ഡോണ്ട് വേസ്റ്റ് വാട്ടർ. ഓക്കെ. നെക്സ്റ്റ് ഫ്രെയിം സം ഇൻസ്ട്രക്ഷൻ യൂസിങ് അവോയ്ഡ്, റിമെമ്പർ, ചെക്ക്, എൻഷുർ, ലിസൺ ആൻഡ് ഫോളോ. അവോയ്ഡ്, റിമെമ്പർ, ചെക്ക്, എൻഷുർ, ലിസൺ ഇത്രയും ആൻഡ് ഫോളോ ഇത്രയും വേർഡ്സ് വെച്ചിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാക്കുക. Remember to look on your left and right before crossing road. Listen to the instruction carefully when you are in a new place.
Follow the direction before you take this medicine. ഇനി നമുക്ക് എഴുതാൻ ഞാൻ വിട്ടത് പറയാം, അത് ഇതിലാവാതിരുന്നതാണ്. അവോയ്ഡ് യൂസിങ് മൊബൈൽസ് വൈൽ ഡ്രൈവിംഗ്. എൻഷുർ വെച്ചിട്ട് ഒരെണ്ണം ഉണ്ടാക്കണം. ദെൻ ലിസൺ വെച്ചിട്ട് എന്താ, ലിസൺ യുവർ പാരൻസ്. പിന്നെ എൻഷുർ യുവർ സേഫ്റ്റി. അങ്ങനെ ആക്കാം കേട്ടോ. ആ രണ്ടെണ്ണം നിങ്ങൾ എഴുതുക, ഞാനത് എഴുതിയിട്ടില്ല, 3 മാത്രമേ തന്നിട്ടുള്ളൂ. എൻഷുർ യുവർ സേഫ്റ്റി, ലിസൺ ടു യുവർ പാരൻസ്, അവോയ്ഡ് യൂസിങ് മൊബൈൽ ഫോൺസ് വൈൽ ഡ്രൈവിംഗ്. അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ, ഈസിയാണത്. അടുത്തത് ഡി ആണ് ആക്ടിവിറ്റി. യുവർ സ്കൂൾ ഈസ് ഹോസ്റ്റിംഗ് ആൻ ഇന്റർ സ്കൂൾ ഫുട്ബോൾ മാച്ച് നെക്സ്റ്റ് മന്ത്. ഇമാജിൻ യു ആർ ദ ഓർഗനൈസർ ഓഫ് ദ ഇവന്റ്. ക്യാൻ യു റൈറ്റ് സം സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ഫോർ ദ പാർട്ടിസിപ്പേറ്റിംഗ് ടീം ആൻഡ് ദ വോളണ്ടിയേഴ്സ്. അപ്പം നിങ്ങളാണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത്, അപ്പം നിങ്ങളൊരു സിമ്പിൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം ടീമിനും വോളണ്ടിയേഴ്സിനും. മാച്ചിൻ്റെ ബിഫോർ അവർ തന്നിട്ടുണ്ട്, ബിഫോർ ദ ഡേ ഓഫ് ദ മാച്ച് ഉണ്ട്, പിന്നെ ഓൺ ദ ഡേ ഓഫ് മാച്ച് ഉണ്ട്. ആ രണ്ടും നമ്മൾ എഴുതാൻ പോവാണ്. ബിഫോർ ദ ഡേ സബ്മിറ്റ് യുവർ രജിസ്ട്രേഷൻ ഫോം ഓൺ ടൈം. ഓണാണ്. Pay the registration fee. Ensure that you become familiar to the place. Remember to inform the authorities about your diet needs. Check that you have the proper uniform. ഇനി ഓൺ ദ ഡേ ഓഫ് മാച്ച് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻ ആണ്? അറൈവ് ഓൺ ടൈം കൊടുക്കുക കേട്ടോ. Follow the safety guidelines provided by the school. Be polite to the officials and others. Listen carefully to the instruction given. Avoid taking drugs and other illegal stimulants. ഓക്കെ, അപ്പോൾ ഇത്രയും എഴുതാം. ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ആക്ടിവിറ്റിയിൽ അവോയ്ഡ്, ലിസൺ, ഫോളോ വെച്ചിട്ടൊക്കെ നമ്മൾ വേർഡ്സ് ഉണ്ടാക്കാൻ പറഞ്ഞ സെൻറ്റൻസ് ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഫോളോ, ലിസൺ, അവോയ്ഡ് ഇതൊക്കെ എഴുതാം. പിന്നെ എൻഷുർ എഴുതാവുന്നതാണ്. അടുത്തത് റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി രഞ്ജീസ് മാജിക് ബാറ്റ് ആണ്. അപ്പോൾ ഇതിൽ തന്നെ ടേക്ക് എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെ കൂടെ, ആ വേർഡിൻ്റെ കൂടെ നമുക്ക് ഏതൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ചോദ്യം. ടേക്കിൻ്റെ കൂടെ ടേക്ക് സീറ്റ് എന്ന് പറയും, നമ്മൾ ടേക്ക് ലുക്ക് എന്ന് പറയും, ടേക്ക് റിസ്ക് എന്ന് പറയും, ടേക്ക് ചാൻസ് എന്ന് പറയും. അപ്പോൾ ആ ഉപയോഗിക്കാൻ പറ്റുന്ന ആ കോളത്തിൽ മാത്രം ടിക്ക് ചെയ്യുക കേട്ടോ. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അടുത്തത് നൗ കംപ്ലീറ്റ് ദ സ്റ്റോറി യൂസിങ് ഹാവ്, ഡു ആൻഡ് മേക്ക് ടു ഫോം സച്ച് കൊളോക്കേഷൻ. അപ്പോൾ ഇവിടെ ഈ ഡാഷ് ഫില്ല് ചെയ്താൽ മതി. ആദ്യത്തെ ഡാഷിൽ വരിക ഡു ആണ്. ഷീ വുഡ് ഡു ഹോംവർക്ക്. അടുത്തതിലും ഡു തന്നെയാണ്. നെക്സ്റ്റ് ഷീ വാണ്ടഡ് ടു മേക്ക് ഹെർ ബെഡ് ആണ്. അടുത്തത് ഷീ ഡിസൈഡഡ് ടു മേക്ക് എ കോൾ ആണ്. അടുത്ത ഓൾ ഹെർ ടീച്ചേഴ്സ് ഹാവ് ഹോപ്സ് ആണ്. അടുത്തത് ഹാവ് ആണ്. അടുത്തത് ഹാവ് ആണ്. ഓക്കെ, അടുത്തത് ഇനി നമുക്ക് ഗെറ്റ്, കീപ്പ്, കം, ഗോ ഇത്രയും തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സ്പെഷ്യൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ കമ്പാനിയൻ വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഗെറ്റ് ആംഗ്രി. അപ്പോൾ ഇതിൽ ഗെറ്റിനുമായിട്ട് കമ്പാനിയൻ ആയിട്ട് വരുന്ന വേർഡുകൾ ഏതൊക്കെയാണെന്ന് എഴുതണം. ഗെറ്റ് വെൽ, ഗെറ്റ് ഡൗൺ, എവേ, ഓഫ്, ലോസ്റ്റ്, ഔട്ട് എല്ലാം വരും. കീപ്പിൻ്റെ കൂടെ കീപ്പ് പ്രോമിസ് അവർ തന്നിട്ടുണ്ട്. കീപ്പ് അപ്പ്, ഓഫ്, പ്രോമിസ്, വെൽ, കമ്പനി, ട്രൈയിങ്, അണ്ടർ. കമ്മിൻ്റെ കൂടെ ഇൻ വരും. കം ഇൻ പറയില്ലേ നമ്മൾ, കം ഔട്ട് പറയും. ഓഫ് വരും, അപ്പ് വരും. ടു ആൻ എഗ്രിമെൻറ്റ്, അഗൈൻസ്റ്റ്, എക്രോസ്. ഗോൻ്റെ കൂടെ ഫോർ എ വാക്ക് നമ്മൾ പറയുമല്ലോ, ഗോ ഫോർ എ വാക്ക്, ഗോ ഇൻ ടു ബിസിനസ്, ഗോ ഔട്ട്, ഗോ ഓഫ്, ഇൻ, ഓൺലൈൻ, ബൈ ട്രെയിൻ ഇതെല്ലാം വരും കേട്ടോ. അടുത്തത് റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആണ് തന്നിരിക്കുന്നത്. ഇനി അതിൽ നമുക്ക് ചെയ്യേണ്ടത് ലെറ്റ് us കമ്പൈൻ ദ ഫോളോയിങ് സെൻറ്റൻസസ് യൂസിങ് ആസ് കണ്ടോ. ഈ ആസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെല്ലാം മാറ്റി എഴുതണം. ഇപ്പോൾ ഇവിടെ ഡൽഹി ഈസ് ക്രൗഡഡ്, മുംബൈ ഈസ് ക്രൗഡഡ് എന്നേ ഉള്ളൂ. ഇതിനെ മാറ്റി എഴുതുമ്പോൾ എന്തൊക്കെ വരും നോക്കാം. ഈ 4 എണ്ണത്തിനെയും മാറ്റി എഴുതണം. ഡൽഹി ഈസ് ആസ് ക്രൗഡഡ് ആസ് മുംബൈ മാറിയത് കണ്ടോ. അടുത്തത് എ ഫ്ലവർ ഗാർഡൻ ഈസ് ആസ് റീഫ്രഷിംഗ് ആസ് എ കൂൾ ബ്രീസ്. അടുത്തത് അപ്പോൾ ഈ ഫുൾ സ്റ്റോപ്പ് പോകും കേട്ടോ, എന്നിട്ട് ഇങ്ങനെ ആയി മാറും. കേക്ക് ഈസ് ആസ് ഡെലീഷ്യസ് ആസ് ചോക്ലേറ്റ്. അടുത്തത് ദിസ് പസിൽ ഈസ് ആസ് ട്രിക്കി ആസ് മൈ മാത്സ് ഹോംവർക്ക്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നൗ കംപ്ലീറ്റ് ദീസ് സെൻറ്റൻസസ് യൂസിങ് നോട്ട് ആസ്. കണ്ടല്ലോ, ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. എ കാർ ഈസ് നോട്ട് ആസ് ഫാസ്റ്റ് ആസ് എൻ എയറോപ്ലെയിൻ. കണ്ടോ, മാറ്റി എഴുതിയത്. അടുത്തത് എ ചാറ്റ് ഈസ് നോട്ട് ആസ് ഫോർമൽ ആസ് എ പബ്ലിക് സ്പീച്ച്. അടുത്തത് ഓട്ടം ഈസ് നോട്ട് ആസ് കോൾഡ് ആസ് വിന്റർ. ദ മൂൺ ഈസ് നോട്ട് ആസ് ബ്രൈറ്റ് ആസ് ദ സൺ. ഈ നോട്ട് ആണ് കേട്ടോ, നോട്ട് ആസ് ബ്രൈറ്റ് ആസ്. കണ്ടോ, ഇതാണ് ഡാഷിൽ ഫിൽ ആവുക. നോട്ട് ആസ് കോൾഡ് ആസ്, നോട്ട് ആസ് ഫോർമൽ ആസ്, നോട്ട് ആസ് ഫാസ്റ്റ് ആസ്. ഓക്കെ,
അടുത്തത് വരുന്നത് 10ാമത്തെ ആക്ടിവിറ്റി ആണ്. റീഡ് ദ ഫോളോവിങ് കോൺവെർസേഷൻ ആൻഡ് പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻ യൂസ് ടു മേക്ക് സജഷൻസ്. റൈറ്റ് ദം ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. ഇവിടെ സജഷൻസ് വരുന്നത് ഏതൊക്കെയാണെന്ന് എടുത്തിട്ട് നിങ്ങൾ എഴുതിയാൽ മാത്രം മതി. കണ്ടോ? ഹൗ അബൌട്ട് ദ ക്ലീനിങ് ദ പാർക്ക്? What about conducting an awareness program on environmental pollution? I suggest making posters. We can put them up on the school walls. Shall we collect some books and learning materials? അപ്പോൾ ഇതൊക്കെ വരും. ഇത് കൂടാണ്ട് ലെറ്റ്സ് വർക്ക് ടുഗെദർ ഉണ്ട്. അത് കൂടാണ്ട് അതിലുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഞാനിവിടെ 5 എണ്ണം തന്നിട്ടുണ്ട് കേട്ടോ. അടുത്തത് there is a discussion in Namita's class on making the school eco-friendly. The teacher asked the students to give more suggestions. Can you help them? നോക്കാം. വാട്ട് ഡു യു തിങ്ക് ഓഫ് ഇൻസ്റ്റാളിങ് സോളാർ പാനൽസ് അവർ തന്നു. അടുത്ത് വാട്ട് അബൌട്ട് വെച്ചിട്ടുണ്ടാക്കണം. വാട്ട് അബൌട്ട് കംപ്ലീറ്റ്ലി അവോയ്ഡിങ് ദി യൂസ് ഓഫ് പ്ലാസ്റ്റിക്. അടുത്തത് മേ ഐ സജസ്റ്റ് പ്രൊമോട്ടിംഗ് റീയൂസബിൾ ലഞ്ച് ബോക്സസ് ആൻഡ് ബോട്ടിൽസ്. അടുത്തത് ഷാൾ വി സെറ്റ് അപ്പ് കമ്പോസ്റ്റിംഗ് ബിൻസ്. അടുത്തത് വൈ നോട്ട് പ്ലാന്റ് ട്രീസ് അറൌണ്ട് ദ കോമ്പൗണ്ട്. അടുത്തത് ഹൗ അബൌട്ട് സ്റ്റാർട്ടിംഗ് എ വെജിറ്റബിൾ ഗാർഡൻ ഇൻ ദ കോമ്പൗണ്ട്. അടുത്തത് ലെറ്റ്സ് നോട്ട് ത്രോ റബ്ബിഷ് ഹിയർ ആൻഡ് ദർ. നെക്സ്റ്റ് ഐ തിങ്ക് വി ഷുഡ് ബി മോർ കെയർഫുൾ ഇൻ ദ യൂസ് ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇത്രയാണ് നമ്മുടെ ക്ലാസ്സുകൾ. കുറച്ച് സ്പീഡിൽ പറഞ്ഞിട്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും മാത്രം ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തത്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.